അടപ്പത്തിൽ എല്ലാവരും ചുണ്ണല്ലേ. ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ തുടക്കം നമ്മുടെ വേദമോള് പറയാമെന്ന് വെച്ചു. ഞാനിങ്ങനെ വോയിസ് ഓവർ കൊടുക്കാൻ വേണ്ടി നിൽക്കുമ്പോൾ അവൾ പറഞ്ഞു ഞാൻ പറയാമെന്ന്. അപ്പോൾ വിചാരിച്ചു എന്നാൽ പിന്നെ അവളെ കൊണ്ടങ്ങ് പറഞ്ഞേക്കാമെന്ന്. അവളുടെ ഒരു ആഗ്രഹമല്ലേ, നടക്കട്ടെ വിചാരിച്ചു. ഒരു കംപ്ലീറ്റ് ഡേ ഇൻ മൈ ലൈഫൊന്നും അല്ല കേട്ടോ, എന്നാലും പറ്റുന്ന പോലെ കിച്ചൺ ഡേ ഇൻ ലൈഫ് വെക്കാമെന്ന് വിചാരിച്ചു. ഉച്ചയ്ക്കിപ്പോൾ എന്ത് കറി വെക്കണമെന്ന് ഇങ്ങനെ ആലോചിച്ചിരിക്കുന്ന സമയത്തായിരുന്നു മുമ്പിൽ ഉണക്ക ചെമ്മീൻ പെട്ടത്. അപ്പോൾ വിചാരിച്ചു എന്നാൽ പിന്നെ തേങ്ങ അരച്ച് ഉണക്ക ചെമ്മീൻ കറി വെക്കാമെന്ന്. കഥയിലോട്ട് കിടക്കുന്നതിന് മുന്നേ ഇതിലേക്ക് എന്നെ പ്രേരിപ്പിച്ച എൻ്റെ ആ ഒരു സുഹൃത്തിനെ പറ്റി ഞാനൊന്ന് ഓർമ്മിപ്പിച്ചോട്ടെ. വേറൊന്നും കൊണ്ടല്ല, ഇത്രയധികം സപ്പോർട്ടും അതേപോലെ എന്താ പറയുക ഒരു മോട്ടിവേഷനും തന്ന് എൻ്റെ കൂടെ നിൽക്കുന്ന അവൾ ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ട്, ഇതുപോലെ ഡേ ഇൻ മൈ ലൈഫൊക്കെ ചെയ്തിട്ട് നിനക്ക് വീഡിയോസൊക്കെ ഇട്ട് കുക്കിംഗ് വീഡിയോസൊക്കെ ഇട്ടൂടെ എന്നൊക്കെ ചോദിക്കുമ്പോൾ സത്യം പറഞ്ഞാൽ അതൊരു തമാശയായിട്ട് ഞാനിങ്ങനെ വേണ്ടെന്നൊക്കെ പറയുമെങ്കിലും ഇപ്പോൾ എൻ്റെ ലൈഫിൽ അതൊരു ഭാഗമായി മാറിക്കൊണ്ടിരിക്കുക. നമ്മൾ സ്ത്രീകൾ ഈ 4 ചുമരുകൾക്കുള്ളിൽ ഇങ്ങനെ ഒതുങ്ങി ഒറ്റപ്പെട്ട് ജീവിക്കുന്ന സമയത്ത് സത്യം പറഞ്ഞാൽ ഇതുപോലുള്ള ചില കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു ആശ്വാസം അല്ലെങ്കിൽ സമാധാനം, അതൊരു വലിയ കാര്യം തന്നെയാണ് അല്ലേ. എപ്പോഴത്തെയും പോലെ എന്ത് ചെയ്താലും എന്ത് ചെയ്തിട്ടില്ലെങ്കിലും നെഗറ്റീവുകൾ കേൾക്കുക എന്നുള്ളത് നമ്മൾ ഉത്തരവാദിത്തമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. കാരണം നമ്മൾ നല്ലത് ചെയ്താലും ചീത്തത് ചെയ്താലും ആൾക്കാർ അല്ലെങ്കിൽ മനുഷ്യർ അവർക്ക് നെഗറ്റീവുകൾ പറഞ്ഞുകൊണ്ടേയിരിക്കാനായിരിക്കും താല്പര്യം ഏറ്റവും കൂടുതൽ. അപ്പോൾ നമ്മൾ അവരെ അധികം ശ്രദ്ധിച്ച് എന്താണോ നമുക്ക് ആഗ്രഹം അതിൽ നിന്ന് ഒഴിഞ്ഞു മാറി നിൽക്കേണ്ട ആവശ്യമുണ്ടോ എന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് തന്നെ ആഗ്രഹമുള്ള എല്ലാ സ്ത്രീകളും, അതായത് എനിക്ക് ഇതുപോലൊരു സ്ക്രീനിൽ വരണം അല്ലെങ്കിൽ എനിക്ക് എന്തെങ്കിലുമൊക്കെ ആകണം എന്ന ആഗ്രഹമുള്ള ഏതൊരു സ്ത്രീയും അതിന് മുന്നിട്ടിറങ്ങുക തന്നെ ചെയ്യണം. ഏത് മേഖലയിലാണെങ്കിലും നെഗറ്റീവും പോസിറ്റീവും ഉണ്ടാവും. അപ്പം നമ്മൾ നെഗറ്റീവ് ചെയ്യാതിരുന്നാൽ കുറച്ചുകൂടി ഭംഗിയായി മാറും. അപ്പോൾ ഇന്നത്തെ ഡേ ഇൻ ലൈഫിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ ഇവിടെ കഴിഞ്ഞു കേട്ടോ. ഇനി നമുക്ക് ചെറുതായിട്ട് കാര്യങ്ങളിലേക്കൊന്ന് കടന്നാലോ. ഞാൻ ഈ പച്ചക്കറിയൊക്കെ മുറിച്ചിടുന്ന സമയത്ത് അടുപ്പത്ത് ഞാൻ വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു ചോറ് വെക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നോക്കുന്നുണ്ടായിരുന്നു എന്തായി എന്നുള്ളത്. അരി ഇട്ട് കഴിഞ്ഞാൽ ഇതുപോലെ ഇളക്കണം എന്നുള്ളത് നിർബന്ധമാണല്ലേ. എന്തോ എനിക്കറിയില്ല, പക്ഷേ അതിലെന്തോ കഥയുണ്ട് കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പം നമ്മൾ ചോറ് അവിടെ നിന്ന് റെഡി ആകുമ്പോഴത്തേക്കിനും നമുക്ക് കറി ഒന്ന് റെഡിയാക്കി എടുക്കാം അല്ലേ. ഈ കാണിക്കുന്നത് നമ്മൾ ഉണക്കച്ചെമ്മീനാണ് കേട്ടോ. ഞാൻ ആ പാക്കറ്റ് ഒന്ന് എടുത്ത് വന്ന് കട്ട് ചെയ്തിട്ട് എന്തായാലും ചൂടാക്കി അതൊന്ന് ഫ്രൈ ആക്കിയതിന് ശേഷം വേണം ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനിയിപ്പോൾ ഞാൻ ഫ്രൈ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് സംശയം വേണ്ട കേട്ടോ, ഞാനത് ചൂടാക്കി എടുക്കുക എന്നാണ് ഉദ്ദേശിച്ചത്. അപ്പോൾ നമ്മുടെ കറിക്ക് വേണ്ടിയിട്ട് ഞാൻ ആദ്യം തന്നെ തക്കാളിയും ഉള്ളിയും അതുപോലെ 2-3 വെളുത്തുള്ളിയും പിന്നെ 2-3 പച്ചമുളകൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മുടെ വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു കുടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതും ഒന്ന് റെഡിയായപ്പോൾ ഞാൻ എടുത്തൊന്ന് മാറ്റി വെച്ചിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ ഓരോ ഡേയും എങ്ങനെ കൊണ്ടുപോകുന്നതെന്ന് നമ്മൾ വീട്ടിലിരിക്കുന്ന സ്ത്രീകൾക്ക് അറിയാം അല്ലേ, എത്ര ബുദ്ധിമുട്ടാണ് എന്നുള്ളത്. പക്ഷെ എങ്ങനെയൊക്കെ ആണെങ്കിലും ഓരോ ദിവസവും നമ്മൾ മാനേജ് ചെയ്ത് കറക്റ്റായിട്ട് എൻഡപ്പ് ചെയ്തിരിക്കും. കാരണം നമുക്കല്ലാണ്ട് വേറെ രക്ഷയില്ലല്ലോ അല്ലേ. എന്ന് വെച്ച് എപ്പോഴും പെർഫെക്റ്റായിട്ട് എപ്പോഴും പെർഫെക്ഷനോടുകൂടി നമ്മൾ അങ്ങനെ കൃത്യമായിട്ട് ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ. ഇടയ്ക്കൊക്കെ ഓരോ അബദ്ധങ്ങളും തെറ്റുകളും അങ്ങനെയൊക്കെ ആയിട്ടായിരിക്കും ഓരോ ദിവസം അവസാനിക്കുന്നത്. അപ്പോൾ ആ സമയം കൊണ്ട് നമുക്ക് ഇതൊന്ന് ചൂടാക്കിയെടുക്കാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചൂടാക്കി എടുത്ത് കഴിഞ്ഞാൽ ഒന്ന് തണിഞ്ഞ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ അതിൻ്റെ തലയും വാലും ഒക്കെ ഒന്ന് കട്ട് ചെയ്ത് ക്ലീനാക്കി എടുക്കാം. നമ്മൾ പച്ച ചെമ്മീൻ ചെയ്യുന്നത് പോലെ തന്നെയാണ്, പക്ഷേ ഉണക്ക ചെമ്മീൻ വരുന്ന സമയത്ത് അതൊന്ന് ചൂടാക്കി കഴിഞ്ഞാൽ പെട്ടെന്ന് ഈസി ആയിട്ട് നമുക്കതിൻ്റെ വാലും തലയൊക്കെ കട്ട് ചെയ്ത് മാറ്റാൻ പറ്റും. എന്തൊക്കെയാണെങ്കിലും ശരി, നമുക്ക് എന്താ പറയുക പെട്ടെന്നൊരു ദിവസം എന്തെങ്കിലും കറി വെക്കണമെന്ന് തോന്നിയാൽ ഈ ഒരു ആശാനം ഇവിടെ ഉണ്ടെങ്കിൽ നമുക്ക് സുഖമായിട്ട് കറി ഉണ്ടാക്കാൻ പറ്റും അല്ലേ. ഇതിനെക്കൊണ്ട് നമുക്ക് തേങ്ങ അരച്ച് കറി വെക്കുന്നതായിരിക്കും കുറച്ചും കൂടുതൽ ടേസ്റ്റായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ ഫ്രൈ ചെയ്തെടുക്കുക, അതായത് തേങ്ങയും ഉള്ളിയൊക്കെ വറുത്ത് അതിൽ ഫ്രൈ ചെയ്തെടുത്തിട്ടും ഇത് കഴിക്കാൻ ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. തേങ്ങ പൊട്ടിക്കുന്ന സമയത്ത് ഞാൻ പൊന്നോട്ടനെ ഓർമ്മിക്കാറുണ്ട്. കാരണം അവൾക്ക് തേങ്ങേൻ്റെ വെള്ളം ഇഷ്ടമാണ്. അപ്പോൾ തേങ്ങ വെള്ളം ചോദിക്കാൻ വേണ്ടിയിട്ട് വരാറുണ്ട്. അപ്പോൾ അംഗനവാടി കൊണ്ടാക്കിയത് കൊണ്ട് പിന്നെ അവളെ ഞാൻ വല്ലാതെ മിസ് ചെയ്യാറുണ്ട്. ആ ഒരു ഗ്യാപ്പിൽ ആ വെള്ളം ഞാനങ്ങെടുത്ത് കുടിച്ചു. പിന്നെ തേങ്ങ പൊട്ടിക്കുമ്പോൾ തേങ്ങ വെള്ളം കുടിക്കാത്തതായിട്ട് ആരും തന്നെ ഉണ്ടാവില്ലല്ലോ അല്ലേ. പിന്നെ എന്നെ അടുത്ത വലിയൊരു പ്രോസസ്സ് എന്താണെന്ന് വെച്ചാൽ തേങ്ങ ചിരകി എടുക്കലാണ്.
സത്യം പറഞ്ഞാൽ ഒരുപാട് ക്വാണ്ടിറ്റി ഒന്നും നമുക്ക് ആവശ്യമില്ലാത്തതുകൊണ്ട് അധികം ആവശ്യമില്ലാത്തതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു സാധനം ഉപയോഗിച്ചിട്ടാണ് കേട്ടോ ഞാൻ തേങ്ങ ചിരവാറ്. ഇത് വെച്ചിട്ട് കുഴപ്പമില്ല, എന്നാലും അത്യാവശ്യം പെട്ടെന്ന് തേങ്ങ എടുക്കാൻ വേണ്ടിയിട്ടൊക്കെ ഇത് നല്ലത് തന്നെയാണ്, കുഴപ്പമൊന്നുമില്ല. ഇരുന്നിട്ട് ചെയ്യുന്നതിനെക്കാട്ടിലും എനിക്ക് കൂടുതൽ ഇങ്ങനെ നിന്നിട്ട് ചെയ്യുമ്പോഴാണ് കുറച്ചുകൂടി കംഫർട്ടബിളായിട്ട് തോന്നിയിട്ടുള്ളത്. അപ്പോൾ നമ്മളെ തേങ്ങ അരച്ചിട്ടുള്ള ഉണക്കച്ചെമ്മീൻ കറിയിലേക്ക് ഞാൻ ആ തേങ്ങ ചിരവി അരക്കാൻ വേണ്ടി നേരത്തെ തന്നെ മഞ്ഞൾ ചേർത്തിട്ടുണ്ട്, ഒരല്പം ജീരകവും ചേർത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നമുക്കൊന്ന് അരച്ചെടുക്കാം. ഞാൻ ആദ്യം ഒരു അരപ്പരക്കും, എന്നിട്ട് മാത്രമേ പിന്നെ വെള്ളം ചേർത്തിട്ട് അരക്കുള്ളൂ. കാരണം എന്നാലേ നമുക്കൊന്ന് നന്നായിട്ട് ഗ്രൈൻഡായിട്ട് കിട്ടുള്ളൂ, അല്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അരക്കാൻ. അപ്പോൾ ഇത്രയൊക്കെ ആയ സ്ഥിതിക്ക് നമുക്കിനി കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തുടങ്ങാം. അല്പം വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം നമ്മൾ മുറിച്ച് വെച്ചിട്ടുള്ള ഉള്ളി അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാൻ മീഡിയം സൈസ് 2 ഉള്ളിയാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ 2-3 വെളുത്തുള്ളി, പിന്നെ 2-3 പച്ചമുളക്, ഇതെല്ലാം കൂടി ആദ്യം തന്നെ വഴറ്റിയെടുക്കുന്നുണ്ട്. ബാക്കിയൊക്കെ നമ്മൾ സാധാരണ പോലെ തന്നെയാണ് കേട്ടോ. ഉപ്പ് ആവശ്യത്തിന് ഇട്ട് കൊടുക്കുക. പിന്നെ അതുപോലെ ഒരല്പം മഞ്ഞൾ പൊടി ഞാൻ ചേർക്കുന്നുണ്ട്. തേങ്ങ അരപ്പിൽ ഒരു 1.5 ടീസ്പൂണോളം ഞാൻ ചേർത്തിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ ഈ ഒരു പ്രോസസ്സിലും ഒരല്പം മഞ്ഞൾ പൊടി ഞാൻ ചേർക്കാറുണ്ട്. ആദ്യം തന്നെ നമുക്ക് ഈ 3-4 ഐറ്റംസ് പച്ചക്ക് ഒന്ന് വരട്ടിയെടുക്കാം. അതിൻ്റെ പച്ചമണമെല്ലാം മാറുന്നത് വരെ ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അതിന് ശേഷം നമുക്ക് ബാക്കി മസാലകൾ ഇട്ട് കൊടുക്കാം കേട്ടോ. 2 മസാല ഇനിയുള്ളൂ, മഞ്ഞൾ പൊടിയും അതേപോലെ മുളക് പൊടി. ദിവസം ചോറും കറിയൊക്കെ വെച്ച് എന്താ പറയുക, വീട്ടിലത്തെ കാര്യങ്ങളൊക്കെ നോക്കി എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന വീട്ടമ്മമാരോട് ശരിക്കും നമുക്ക് ഭയങ്കര റെസ്പെക്റ്റ് തോന്നിപ്പോകും. കാരണം അത്രയും ബുദ്ധിമുട്ടും കഷ്ടപ്പാടും അതുപോലെ തന്നെ മാനസികമായിട്ടുള്ള ആരോഗ്യം അത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണല്ലോ. പ്രത്യേകിച്ച് കുഞ്ഞു കുട്ടികളൊക്കെ ഉള്ള വീടുകളിൽ കുറച്ചധികം വീട്ടമ്മമാർക്ക് മാനസിക ആരോഗ്യം അത്യാവശ്യമാണ്. ഒരുപാട് കുട്ടികളൊക്കെ ഉള്ള വീടുകളാണെങ്കിൽ പ്രത്യേകിച്ച് വീട്ടമ്മമാർക്ക് ഒരുപാട് ടാസ്കും കൂടും. കാരണം അവരുടെ ടേസ്റ്റിനനുസരിച്ചിട്ടുള്ള ഫുഡുകൾ ഉണ്ടാക്കുക, അവർക്ക് സന്തോഷത്തോടെ അത് കൊടുക്കുക, അത് ഇഷ്ടപ്പെട്ടിട്ട് അവരെ വായിന്ന് നല്ല വാക്ക് കേൾക്കുക. ഇനി ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ വീണ്ടും നമുക്ക് വിഷമാവും. അങ്ങനെയൊക്കെ ഒരുപാട് ടാസ്കുകളിലൂടെ തന്നെയാണ് ഓരോ വീട്ടമ്മമാരും ഓരോ ദിവസവും കടന്നു പോകുന്നതെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ. കാര്യം ഇങ്ങനെയൊക്കെ ആണെങ്കിലും ശരിക്കും നമ്മളിതൊക്കെ ആസ്വദിച്ച് സന്തോഷത്തോടെ തന്നെയാണ് ചെയ്യുന്നത്. പ്രത്യേകിച്ച് കുട്ടികളെ മുഖം കാണുമ്പോൾ, അവരുടെ കളിച്ചിരികൾ കാണുമ്പോൾ, അവരൊപ്പം നമ്മൾ ഉണ്ടാകുമ്പോൾ, അല്ലെങ്കിൽ നമുക്കൊപ്പം അവരുണ്ടാകുമ്പോൾ അത് തന്നെയായിരിക്കും നമ്മൾ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത്. ഞാനിവിടെ എല്ലാം വളരെ കുറച്ച് മാത്രമേ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. അതായത് മസാലകൾ ഒരു 1/2 ടീസ്പൂണ് 1/4 ടീസ്പൂണോളം മാത്രമേ ഞാനിപ്പോൾ ഇട്ടിട്ടുണ്ടായിരുന്നുള്ളൂ. മഞ്ഞൾ പൊടി, അതിനുശേഷം മുളക് പൊടിയും അതേപോലെ 1 സ്പൂണ് മാത്രമേ ഇട്ടിട്ടുള്ളൂ. കാരണം ഇത് തേങ്ങ അരച്ച കറിയായതുകൊണ്ട് നമുക്ക് ഒരുപാട് മുളക് പൊടിയുടെ ആവശ്യം വരുന്നില്ല. പച്ചമുളക് ഇട്ടിട്ടുണ്ടെങ്കിൽ ആവശ്യത്തിന് പച്ചമുളക് ഇട്ട് കഴിഞ്ഞാൽ തന്നെ എരിവ് കിട്ടും. എല്ലാം കൂടി ഡ്രൈ ആയി കഴിഞ്ഞതിന് ശേഷം നമ്മൾ വെള്ളം ചേർക്കുന്നുണ്ട്. ആവശ്യത്തിന് വെള്ളം ചേർത്തിട്ട് വഴറ്റിയെടുക്കണം. ഇനി നമ്മൾ ആഡ് ചെയ്യുന്നത് പുളിയാണ് കേട്ടോ. പുളി നിർബന്ധമൊന്നുമില്ല, പക്ഷേങ്കിൽ നമ്മളിപ്പം മുളകീശിനാണ് വെക്കുന്നതെങ്കിൽ പുളി എന്തായാലും വേണം. പക്ഷെ തേങ്ങ അരച്ച് വെക്കുന്ന സമയത്ത് പുളി നിർബന്ധമൊന്നുമില്ല. തക്കാളി ഇപ്പം ഒരു 2 തക്കാളി എടുത്താലും മതി, നല്ല പഴുത്ത പോലത്തെ തക്കാളി എടുത്താലും മതി. പക്ഷെ ഞാൻ ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് ഒരു കഷ്ണം പുളി ആഡ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം അതൊന്ന് ഇളക്കി കഴിഞ്ഞാൽ പുളിയൊക്കെ അതിലേക്ക് ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ബാക്കിയുള്ള അരപ്പ് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതാണ് ഇതിൻ്റെ മെയിനായിട്ടുള്ള ടാസ്ക്. ബാക്കിയെല്ലാം കഴിഞ്ഞു കേട്ടോ. അങ്ങനെ ആവശ്യത്തിന് വെള്ളവും ചേർത്ത് ഇളക്കി ഏകദേശം ഒരു പരുവം ആയിക്കഴിഞ്ഞാൽ നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള, അതായത് ചൂടാക്കിയിട്ട് അതിൻ്റെ വാലൊക്കെ കളഞ്ഞ് തലയൊക്കെ കളഞ്ഞ് മാറ്റി വെച്ചിട്ടുള്ള ഉണക്ക ചെമ്മീനല്ലേ, അത് നമുക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ അതിനുശേഷം അതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് നന്നായിട്ട് തിള വന്നിട്ട് ഒരു 5 മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക. കുറച്ച് നേരം വെയിറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് തീ ഓഫ് ചെയ്താൽ മതി കേട്ടോ. അങ്ങനെ ഫൈനലി നമ്മളെ കറിയൊക്കെ റെഡി ആയിട്ടുണ്ട്. ചോറും കറിയും ഒക്കെ കൂട്ടിയിട്ട് ഞാൻ ചോറ് കഴിച്ചു. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു.
ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഞാനിന്ന് ഉണ്ടാക്കിയ കറീൻ്റെ ഒപ്പം നമുക്ക് ചക്ക സാമ്പാർ ഉണ്ടായിരുന്നു. അത് ഇന്നലത്തെ ബാക്കി ഉണ്ടായിരുന്നതാണ്. അപ്പോൾ അതും ചൂടാക്കിയിട്ട് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ചോറിൻ്റെ കൂടെ. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളെല്ലാം കഴിഞ്ഞു കേട്ടോ. വീണ്ടും നമുക്ക് കാണാം. അതുവരേക്കും ടാറ്റ ബൈ ബൈ, സീ യു.